ആന്റോ ആന്റണി എം പി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം നിയമപരമായ വഴി നോക്കട്ടെ. എങ്ങനെ അല്ല ഞാൻ എന്റെ പേര് പറഞ്ഞുകൊണ്ടല്ല തിരിച്ചും പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സഹായിക്കും, CPM സ്ഥാനാർത്ഥിയെ സഹായിക്കും, BJP സ്ഥാനാർത്ഥിയെ സഹായിക്കും. അതൊക്കെ ഈ നാട്ടിൽ പൊതുകിടപ്പുള്ള കാര്യമല്ലേ. ഞാൻ എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ആളുകൾ സഹായിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. അല്ലാതെ രാജുവും സഹായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അല്ലാതെ എനിക്ക് കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പണം എനിക്കിപ്പം BJPയോ CPMോ കൊടുക്കുന്ന പോലെ 50-100 കോടി രൂപ ഒരു തെരഞ്ഞെടുപ്പ് ഒഴുക്കാൻ എൻ്റെ ഇല്ല. അതുകൊണ്ട് ആളുകളും പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടിയും ഇതുപോലുള്ള സമൂഹത്തിലെ ആളുകളൊക്കെ സഹായിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനാണ് സംശയിച്ചിരിക്കുന്നത്. പുതിയ കാര്യമല്ലോ. അങ്ങനെയാണെന്നുള്ള ഇവിടെ ഇരിക്കുന്ന പത്തനംതിട്ടയിലെ പത്രക്കാരല്ലേ, ഞാനെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എൻ്റെ ഈ പണത്തിന് പരിമിതിയുണ്ട്. ആ കുറഞ്ഞ പണത്തിൽ നിന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മറ്റു മുന്നണിയൊക്കെ കോടാനുകോടി ഉറപ്പിക്കുക വാരി വലിച്ചെറിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തുമ്പം ഞാൻ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നുള്ള നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾ എന്നാ പുതുമയിരിക്കുന്നു. അല്ല അതല്ലേ പറഞ്ഞത്. അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്രശ്നം നടന്നല്ലോ. അല്ല അത് തെരഞ്ഞെടുപ്പ് സമയത്തെ സഹായം എന്ന നിലയിലാണ് കണക്ക് കൂട്ടിയത്. പിന്നീട് തിരിച്ചു വേണമെന്ന് പറഞ്ഞു, തിരിച്ചു കൊടുത്തു. അത്ര ഉള്ളൂ. അല്ല അത് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ നിയമപരമായിട്ട് വരുമ്പോൾ പറഞ്ഞോളാം. എങ്ങനെ പറഞ്ഞ ആരായാലും വന്നപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞു, ചെയ്തെന്നല്ലേ പറഞ്ഞത്. അത് അവരും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ വിഷ്ണു, അതൊക്കെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന നിങ്ങൾ അവിടെ അറിയേണ്ടത്. അപ്പം വേറെ ഏതോ സ്ഥാപനമാണ് എന്നുള്ള നിങ്ങൾക്കെല്ലാം പത്രക്കാർക്കെല്ലാം അറിയാം. വേറെ ഏതോ സ്ഥാപനത്തിൽ ആർക്കൊക്കെ ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ള വെച്ച് തെറ്റിദ്ധരിച്ച് ഈ സ്ഥാപനത്തിന്റെ പേര് കൊണ്ടുവന്ന് എൻ്റെ പേര് ചേർത്തി കള്ളാരോപണം കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിക്കാൻ നടത്തിയ ഒരു യജ്ഞത്തിന്റെ ദയനീയ പരാജയമാണ് ഇപ്പൊ കണ്ടത്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എങ്ങനെ ഏതാ അത് അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പം അതിന്റെ നിയമപരമായ കാര്യങ്ങൾ വരുമ്പം ഞാൻ ചെയ്തോളാം. എന്തോ ഞാൻ ആരാ വന്നോന്ന് എനിക്കറിയില്ല. അവരുടെ വന്നു ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര ഉള്ളൂ. എന്തോ അതിന്റെ സംശയം എന്നായിരിക്കുന്നു. അല്ല അത് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ട് അതിന്റെ വേദികളിൽ അത് ക്ലെയിം ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കൗണ്ടർ എൻ്റെ കയ്യിലുള്ള തെളിവുകളും എൻ്റെ കാര്യങ്ങളും വെച്ച് ഞാനത് ബാക്കി എഴുതിയോളാം. അല്ല അതെങ്ങനെയാ വെച്ചാൽ മുന്നോട്ട് പോട്ടെ, എന്താ കുഴപ്പമിരിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം മേടിക്കുന്ന ഏത് പാർട്ടിയാണെന്ന് നമുക്കൊക്കെ അറിയാം, എനിക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് വെറുതെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണവും പുകമറയായിട്ടൊന്നും നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. എങ്ങനെ എനിക്കറിയത്തുമില്ല, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയത്തില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ വിളിച്ചിരിക്കുമ്പം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ്. വ്യക്തിപരമായി ഞാൻ ആരോടും പണം ചോദിക്കാറില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സഹായിക്കുന്ന ആളുകളെ സഹായിക്കുമ്പോൾ സഹായം സ്വീകരിക്കും. അതെല്ലാ സ്ഥാനാർത്ഥിയും അങ്ങനെയല്ലേ. അങ്ങനെ അല്ലാതെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേരിങ്ങ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ആരുടെയല്ല ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെലവഴിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഈ 140 അസംബ്ലിയിലോ 20 പാർലമെന്റിലോ മത്സരിക്കുന്നുണ്ടോ? സ്വീകരിക്കും. ഞങ്ങൾ അതിൻ്റെ കണക്ക് കൊടുക്കും. അതിൻ്റെ രേഖാമൂലമായ കണക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതല്ലേ എൻ്റെ ശരി. അല്ല അത് ഭീമമാണോ ചെറുതാണോ എന്നുള്ളതൊക്കെ അത് നിങ്ങൾ പറയുന്നതല്ലല്ലോ. അതെ അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്.
അല്ലല്ല അത് അല്ലേ കേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ കണക്കുകൾ കൃത്യമാണ്. അതിലൊരു മാറ്റവും ഇല്ല. അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതത്ര എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. അല്ല അതൊക്കെ എനിക്ക് അതേക്കുറിച്ചൊന്നും അത്ര ഓർമ്മയില്ല. ഒത്തിരി സമയമായില്ലേ? അല്ലല്ല നിയമം അത് വരുമ്പോൾ അറിയാമല്ലോ. അന്നേരം നമ്മൾ നോക്കുമല്ലോ. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ UDF-ലായിരുന്ന സമയത്താണ് സഹായിച്ചപ്പോൾ LDF-ലായപ്പോൾ അയാളെ കുത്തി ഇളക്കി കൊണ്ടുവന്ന് ഇതുപോലൊരു ആരോപണം പറയിച്ചത് എന്റെ പിന്നിൽ എന്നാന്നുള്ള നിങ്ങളൊക്കെ അങ്ങ് ചിന്തിച്ചോണ്ടാ മതി. എങ്ങനെ അല്ലെ തന്ത്രി ആരോപണം ഇപ്പം 2 ദിവസം കഴിയുമ്പോൾ തന്നെ കുറ്റപത്രം ഇത് വരുമല്ലോ. അപ്പൊ അതിൽ പ്രകടമാവുമല്ലോ. അപ്പം പിന്നെ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടി പച്ചയായി ആരോപണം ഉന്നയിച്ച് അവഹേളിച്ചതാണ് എന്നുള്ളത് അതിൽ വരും. അതിൽ അന്വേഷണത്തിൽ കാര്യങ്ങൾ വരുമല്ലോ. വരുമ്പോൾ ഈ പറയുന്ന പച്ചക്കള്ളമാണെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ അന്നേരം അതിന്റെ ഭാര്യയ്ക്ക് തീരുമാനിക്കും. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.